കയ്യിലിപ്പോ ഒരുപാട് വിവരങ്ങളുണ്ട് അല്ലെ? ഗൂഗിൾ ചെയ്താൽ എന്തും കിട്ടും. ശരിയാണ്, ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് തന്നെ പറയാം. പക്ഷെ ഈ അറിവൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ തന്ന ഈ സോഴ്സുകളിൽ ഈ അറിവിനെ ജ്ഞാനമാക്കി മാറ്റുന്ന ഒരു ഫോർമുലയെ പറ്റി പറയുന്നുണ്ട്. അതാണ് കഴിവ്. അതെ, കഴിവ്. KAZHIVE. ഇതിന്റെ ഒരു രസം എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വാക്കും മലയാളം വാക്കും ഒരേപോലെയാണ് കഴിവ്. അതുതന്നെ. ഇതിന്റെ ഒരു ബേസിക് ഐഡിയ സമൂഹത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് അത് പരിഹരിക്കുക, എന്നിട്ട് ആ അനുഭവം തിരിച്ച് സമൂഹത്തിന് തന്നെ നൽകുക. അതെ, അതാണ് അതിന്റെ കാതല്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. കഴിവിലെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട്. K ഫോർ നോളജ്, A ഫോർ ആക്ഷൻ. അതെ, അങ്ങനെ പോകുന്നു. നമുക്ക് ആ ആദ്യത്തെ കെയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അറിവ്. കാരണം നിങ്ങളുടെ സോഴ്സ് പറയുന്നത് എല്ലാത്തിന്റെയും അടിത്തറ അതാണെന്നാണ്. തീർച്ചയായും. പക്ഷെ ഇവിടെ അറിവ് എന്ന് പറയുന്നത് വെറുതെ കുറെ കാര്യങ്ങൾ എന്താ പറയാ കാണാതെ പഠിക്കുന്നതല്ല. അല്ല, ആ നോളജ് എന്ന വാക്കിന് തന്നെ അവരൊരു അടിപൊളി വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. അതില് വിസ്ഡം, എക്സ്പീരിയൻസ്, എൻഗേജ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് വെറും പുസ്തകപ്പുഴുവായിരുന്നാൽ പോരാ. കിട്ടിയ അറിവിനെ വിവേകത്തോടെ ഉപയോഗിക്കണം, അതിൽ നിന്ന് പ്രവൃത്തി പരിചയം നേടണം, പിന്നെ മറ്റുള്ളവരുമായി സഹകരിക്കണം. അപ്പോഴേ അതിനൊരു ജീവൻ വെക്കൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈബ്രറി ഉണ്ടാക്കുന്നത് പോലെയല്ല, മറിച്ച് ഒരു വർക്ക്ഷോപ്പ് പണിയുന്നത് പോലെയാണ്. കിട്ടുന്ന അറിവ് വെച്ച് പുതിയതെന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലേ? കൃത്യം. അവിടെയാണ് ഇതിന്റെ ഭംഗി. ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു ഭാഗം ഈ ആശയത്തെ യോഗയുടെ 4 വഴികളുമായി കണക്ട് ചെയ്യുന്നത് എന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണ്? ഉദാഹരണത്തിന്, നമ്മൾ അറിവ് ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ആക്ഷൻ എടുക്കുമ്പോൾ, അത് കർമ്മയോഗമായി. നമ്മൾ ചെയ്യുന്ന ജോലി തന്നെ ഒരു യോഗയായി മാറുന്നു. അതെ. ഇനി ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് ഒരു ജോലിയും നടക്കില്ലല്ലോ. ഇല്ല, എപ്പോഴും ഒരു ടീം ഉണ്ടാകും. അപ്പോ ആ സഹകരണമാണ് ശരിക്കും പറഞ്ഞാൽ ഭക്തിയോഗം. ഒരു മിനിറ്റ്, ഭക്തിയോഗം എന്ന് കേൾക്കുമ്പോ നമ്മൾ സാധാരണ ഈശ്വരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഓർക്കുക? അതെ, ആ ഒരു ധാരണ വരാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മൾ ചെയ്യുന്ന ജോലിയോടും കൂടെ ഉള്ളവരോടും ഒരു സ്നേഹവും ബഹുമാനവും സമർപ്പണവും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ടീം വർക്ക് ഒരു തരം ഭക്തിയോഗമായി മാറുന്നു. അതെ, ജോലി ഒരു സമർപ്പണമാകുന്നു. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതൊരു ഫിലോസഫി മാത്രല്ലേ? ഇതിനെന്തെങ്കിലും സയന്റിഫിക് ബേസ് ഉണ്ടോ? അതായത് തലച്ചോറിൽ അളക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാറ്റം ഇതുണ്ടാക്കുന്നുണ്ടോ? നല്ലൊരു പോയിന്റാണ്. ഉണ്ട്. നിങ്ങൾ സോഴ്സുകളിൽ ഒന്ന് ഇതിന്റെ ന്യൂറോ സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അതായത് കുട്ടികൾക്ക് വിവരങ്ങൾ, അറിവ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ശരിയാണ്, അവരുടെ മെമ്മറി പവർ കൂടുതലാണ്. എന്നാൽ മുതിർന്നവർക്ക് അനുഭവങ്ങളിലൂടെ കിട്ടുന്ന ജ്ഞാനമാണ് കൂടുതൽ. യോഗ ചെയ്യുന്നത് ഈ മാറ്റത്തെ ശരിക്കും സഹായിക്കും. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന്, നമ്മൾ ധ്യാനിക്കുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ അനാവശ്യ ചിന്തകളുടെ ഒരു നോയ്സ് കുറയും. ആ ഒരു ബഹളം. അതെ, ആ ഒരു ശാന്തതയിലാണ് പുതിയ ആശയങ്ങൾ, അതായത് ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നത്. ശരിയാണ്, ഒരുപാട് ചിന്തകൾക്കിടയിൽ പുതിയതൊന്നും തോന്നാറില്ല. പ്രാണായാമം, ആസനങ്ങൾ പോലുള്ളവയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? തീർച്ചയായും. പ്രാണായാമം ചെയ്യുമ്പോൾ തലച്ചോറിലെ ഗാമ തരംഗങ്ങൾ കൂടുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് ക്രിയേറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കും. ഓക്കെ. അതുപോലെ ആസനങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോറിൽ BDNF എന്നൊരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് തലച്ചോറിലെ കോശങ്ങൾക്കൊരു ഒരു വളം പോലെയാണ്. ചെടിക്ക് വളം കിട്ടുന്നത് പോലെ. അതെ, തലച്ചോറിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഓർമ്മിക്കാനുള്ള കഴിവ് കൂടും. അപ്പോ യോഗ എന്ന് പറയുന്നത് വെറും ഒരു വ്യായാമമല്ല, നമ്മുടെ അറിവിനെ ജ്ഞാനമാക്കി മാറ്റാൻ തലച്ചോറിനെ സഹായിക്കുന്ന ഒരു പ്രോസസ് കൂടിയാണ്. അതെ. നിങ്ങളുടെ സോഴ്സിൽ പറയുന്ന ഒരു പ്രായോഗിക ആശയം കൂടി പറയാം. ഇന്നത്തെ കുട്ടികളെ പരീക്ഷകളിൽ മാത്രം തളച്ചിടാതെ, മാർക്കിന്റെ പിന്നാലെ മാത്രം ഓടിക്കാതെ, അതെ, അവരെ AI ടൂളുകൾ ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് സ്വന്തമായി 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ബുക്കുകൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുക. നല്ലൊരു ആശയമാണല്ലോ അത്. അപ്പോ അറിവ് ഒരു മത്സരമാവില്ല, പകരം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പുതിയത് സൃഷ്ടിക്കുന്ന ഒരു അനുഭവമായി മാറും. വളരെ നല്ലൊരു ചിന്തയാണത്. നിങ്ങൾ ചിന്തിക്കാൻ ഒരു കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അറിവ് വാതിലാണ്, ജ്ഞാനം വെളിച്ചമാണ്. അറിവ് കൊണ്ട് നമ്മൾ സംസാരിക്കും, ജ്ഞാനം കൊണ്ട് നമ്മൾ ജീവിക്കും.